ഹിന്ദുധർമ്മം അനുസരിച്ച് 5 ക്രിയകളാണ് നടത്തേണ്ടത്. ഇത് പഞ്ചമഹായജ്ഞം എന്ന് അറിയപ്പെടുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എല്ലാ ജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുക എന്നത്. ബലിവൈശ്വദേവയജ്ഞം എന്നാണ് ഇതിന് വിളിക്കുക. എല്ലാവർക്കും എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കണമെന്നാണ് ഋഷിമാരുടെ നിർദ്ദേശം. അങ്ങനെ ഈ യജ്ഞം മറ്റൊരു രീതിയിൽ നടത്തുന്നതാണ് അന്നദാനം. ഓരോ മനുഷ്യനും വരുമാനത്തിൽ നിന്ന് കുറച്ചു പണം എല്ലാ ദിവസവും മറ്റുള്ളവർക്ക് നീക്കി വെക്കണമെന്നതാണ് ബലിവൈശ്വവേദം പറയുന്നത്. സമൂഹത്തിലുള്ളവർക്കെല്ലാം അത്യാവശ്യം വേണ്ടതെല്ലാം കിട്ടുന്നെന്ന് ഉറപ്പാക്കേണ്ടത് അയ്യപ്പന്മാരുടെ ഉത്തരവാദിത്തമാണ്. അയ്യപ്പന്മാർ ആഹാരം കഴിക്കുമ്പോൾ തങ്ങളുടെ ഉള്ളിലെ ഭഗവാനെ ഊട്ടുന്നത് പോലെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം. അതിനായി അന്നദാനം ചെയ്യണം. അതിലൂടെ ഓരോ ഭക്തന്റെയും ഉള്ളിലുള്ള ഈശ്വരനെ തിരിച്ചറിയുന്നു. അന്നദാനത്തിന്റെ ഭാഗമാകാതെ ഒരു അയ്യപ്പ ഭക്തന്റെയും ശബരിമല തീർത്ഥാടനം പൂർത്തിയാകില്ല. അതുകൊണ്ടാണ് മലയ്ക്ക് പോകുന്ന ദിനങ്ങളിൽ വീടുകളിൽ സദ്യ നടത്തുന്നത്. ഓരോ ഭക്തന്റെയും ഉള്ളിലുള്ള ഈശ്വരന് ആഹാരം കൊടുക്കുന്നത് പോലെ മറ്റുള്ളവരിലുള്ള ഈശ്വര ചൈതന്യത്തെയും ഊട്ടണമെന്നാണ് വിശ്വാസം. അന്നദാനത്തിലൂടെ മാത്രമേ ഇത് സാധ്യമാകൂ. അവനവനിലുള്ള ഈശ്വര ചൈതന്യം തന്നെയാണ് മറ്റുള്ളവരിലും ഉള്ളതെന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇത് മനുഷ്യന് മാത്രമേ കഴിയൂ. കാരണം മൃഗങ്ങൾ അവരുടെ കാര്യം മാത്രമാണ് നോക്കുന്നത്. പങ്കുവയ്ക്കുന്നവനാണ് മനുഷ്യൻ. അന്യന് ആഹാരം കൊടുക്കാതെ ഭക്ഷിക്കുന്നവൻ മൂർഖനാണ്. ഇങ്ങനെ കഴിക്കുന്നത് പാപത്തിന്റെ അന്നമാണെന്ന് ഋഗ്വേദം പറയുന്നു. അതിനാലാണ് അതിഥി ദേവോ ഭവ എന്ന മുദ്രാവാക്യം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നതും മറ്റുള്ളവർക്ക് കൊടുത്ത ശേഷം നാം ആഹാരം കഴിക്കുന്നതും. എല്ലാ അയ്യപ്പ ഭക്തരും ഒത്തുകൂടി അടുപ്പുകൂട്ടി സദ്യ ഉണ്ടാക്കി കഴിക്കുന്ന പമ്പാ സദ്യയും മണ്ഡല തീർത്ഥാടന കാലത്തെ ഒരു പ്രധാന കാര്യമാണ്. മഹിഷി നിഗ്രഹ സ്മരണ പുതുക്കി എരുമേലിയിൽ പേട്ടതുള്ളിയ ശേഷമാണ് അയ്യപ്പ സംഘങ്ങൾ വൈകിട്ടോടെ പമ്പയിലെത്തുന്നത്. സന്ധ്യാവന്ദനത്തിനു ശേഷമാണ് സംഘാംഗങ്ങൾ എല്ലാവരും ചേർന്ന് സദ്യവട്ടങ്ങൾ ആലോചിക്കുന്നത് തന്നെ. പാചകത്തിനു ശേഷം നിലവിളക്ക് കൊളുത്തി എല്ലാ വിഭവങ്ങളും ആദ്യം അയ്യപ്പസ്വാമിക്ക് വിളമ്പും. പിന്നെയാണ് മറ്റുള്ളവർ കഴിക്കുക. ഊണ് കഴിച്ച ശേഷം ഭക്തരെല്ലാം ഭസ്മം സ്വീകരിക്കും. ഈ ഭസ്മത്തിൽ അയ്യപ്പ സാന്നിധ്യം ഉണ്ടെന്നാണ് വിശ്വാസം. ഒരുമിച്ച് കൂടുകയും സംസാരിക്കുകയും ചെയ്യുന്നു എന്നതാണ് പമ്പാ സദ്യയുടെയും അതിന്റെ ഒരുക്കങ്ങളുടെയും ഏറ്റവും വലിയ പ്രത്യേകത. സംസാരം ഇല്ലാത്തതാണ് വീടുകളിലും മനുഷ്യർ തമ്മിലുമുള്ള പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം. മാതാപിതാക്കളും മക്കളും അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ ദിവസവും ഒരുമിച്ചിരുന്ന് എല്ലാ കാര്യങ്ങളും പങ്കുവച്ചാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഉള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരവും ഉണ്ടാവും. അതുകൊണ്ടാണ് അയ്യപ്പന്മാർ ഒരുമിച്ച് പോകുന്നത്. അത് ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാകാം. അവരൊരുമിച്ച് ഒരേ വസ്ത്രം ധരിക്കും, ശരണം വിളിക്കും, സംസാരിക്കും, വെള്ളം കുടിക്കും, ആഹാരം കഴിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്നിച്ചായിരിക്കും. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് തന്നെ വലിയ സന്തോഷമാണ്. അതിനിടെ പലരും പലതും പങ്കുവയ്ക്കും. പമ്പാ സദ്യ ഒരുക്കുന്നതും വിളമ്പുന്നതും കഴിക്കുന്നതും അയ്യപ്പന്മാരാണ്. എല്ലാവരും ഒരേ ഭക്ഷണം കഴിക്കുന്നു, ഒരേ ശരണം വിളിക്കുന്നു. ലക്ഷ്യവും കാഴ്ചപ്പാടുകളും ഒന്നാണ്. ഇങ്ങനെ എല്ലാം സമമാകുമ്പോൾ ഓരോരുത്തരുടെയും ബലവും ഉള്ളിലെ വീര്യവും കൂടും. വീര്യം കൂടുമ്പോൾ തേജസ്സും വർദ്ധിക്കും. അതനുസരിച്ച് ഓജസ്സും കൂടും. അങ്ങനെ ഓജസ്സും തേജസ്സും നല്ല മനസ്സുമുള്ള മനുഷ്യരായി അയ്യപ്പ ഭക്തന്മാർ മാറുന്നു. ഇങ്ങനെ ഒരുമയുടെ ഒരു സമ്മേളനമാണ് പമ്പാ സദ്യയിൽ കാണുന്നത്. പമ്പാ സദ്യയുടെ അന്ന് വൈകിട്ടാണ് പമ്പ വിളക്ക്. കാട്ടുകമ്പുകൾ കെട്ടിയുണ്ടാക്കിയ വിളക്കുമാടങ്ങൾ ശിരസിലേറ്റി ആടിപ്പാടി നൃത്തം ചെയ്താണ് ഭക്തസംഘങ്ങൾ പമ്പാ നദിയിൽ ഒഴുക്കുന്നത്. ആ ദീപമാലകളിൽ പമ്പാതീരം ശോഭിക്കും. പമ്പയിൽ നടത്തേണ്ട മറ്റൊരു പ്രധാന കർമ്മമാണ് പിതൃതർപ്പണം. അച്ഛന് ബലിയിടുന്നതിലൂടെയും അമ്മയ്ക്ക് തർപ്പണം ചെയ്യുന്നതിലൂടെയും ഇരുവരെയും തൃപ്തിപ്പെടുത്തുകയാണ് മക്കൾ ചെയ്യുന്നത്. ഈ ലോകത്ത് ഓരോ മനുഷ്യനും അവനെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് മാതാപിതാക്കളെയാണ്. കാരണം അവരാണ് നമുക്ക് ജീവിതം തന്നത്. മാതാപിതാക്കളെ സ്നേഹിക്കാനും പരിഗണിക്കാനും കഴിയാത്തവന് ഈശ്വരനിലേക്ക് എത്താനാവില്ല. അതുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരത്തിനായി രക്ഷിതാക്കളെ തൃപ്തിപ്പെടുത്തണം. അതിനുവേണ്ടിയാണ് അയ്യപ്പന്മാർ പമ്പയിൽ പിതൃതർപ്പണം നടത്തുന്നത്. ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പന്മാർ വിരിവയ്ക്കാനും വിശ്രമിക്കാനും ചില ക്ഷേത്രങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട്. ഇവയെ ഇടത്താവളം എന്ന് പറയും. മധ്യ തിരുവിതാംകൂറിലെ ചില പ്രധാന ക്ഷേത്രങ്ങളാണ് മണ്ഡല മകരവിളക്കു കാലത്ത് അയ്യപ്പന്മാരുടെ ഇടത്താവളങ്ങൾ. വൈക്കം മഹാദേവ ക്ഷേത്രം, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം, കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രം, പാല ഇളംകുളം
ശ്രീധർമ്മശാസ്താ ക്ഷേത്രം, പുതിയകാവ് ദേവീക്ഷേത്രം, പൊൻകുന്നം തിരുനക്കര മഹാദേവ ക്ഷേത്രം, കൊടുങ്ങൂർ ദേവീക്ഷേത്രം, വാഴൂർ മണക്കാട്ടു ദേവീക്ഷേത്രം, ചിറക്കടവ് മഹാദേവ ക്ഷേത്രം, എരുമേലി ശ്രീധർമ്മശാസ്താ ക്ഷേത്രം, നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്താ ക്ഷേത്രം മുതലായ ക്ഷേത്രങ്ങൾ അയ്യപ്പ ഭക്തരുടെ പ്രധാന ഇടത്താവളങ്ങളാണ്. വിരിവയ്ക്കാനുള്ള സ്ഥല സൗകര്യവും കുളിക്കുവാനും മറ്റു പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുവാനുമുള്ള സൗകര്യങ്ങളുമാണ് പ്രധാനമായും ഭക്തരെ ഇവിടങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. വൈക്കം മുതലായ മഹാക്ഷേത്രങ്ങളിൽ പതിവുള്ള അന്നദാനത്തിനു പുറമെ ശബരിമല തീർത്ഥാടന കാലത്ത് അയ്യപ്പ ഭക്തരെ ഉദ്ദേശിച്ച് അന്നദാനവും നടത്തുന്നുണ്ട്.